Hi, friends. Once again, welcome back. And I hope all of you are fine. Today, I would like to discuss the second chapter of the third module, that is, The Story of an Hour, written by Kate Chopin. You know, our writer Kate Chopin was born in the year 1851, and she is considered as one of the American feminist writers. Her lifestyle was very different and unconventional. In her writing, she showed how women would act and feel their lives, not dictated by societal norms and male expectations. നമ്മൾക്ക് പഠിക്കാനുള്ള സ്റ്റോറി ദ സ്റ്റോറി ഓഫ് അൻ അവർ എന്ന് പറയുന്ന സ്റ്റോറിയാണ്. അത് എഴുതിയിട്ടുണ്ടായിരുന്നത് കേറ്റ് ഷോപ്പിൻ എന്ന് പറയുന്ന അമേരിക്കൻ ഫെമിനിസ്റ്റ് റൈറ്ററാണ്. ആൻഡ് അവരുടെ ലൈഫ് സ്റ്റൈൽ വളരെയധികം ഡിഫറെൻ്റ് ആയിരുന്നു. അവരുടെ റൈറ്റിങ്സിലൊക്കെ പലപ്പോഴും അവർ നമ്മുടെ മുന്നിൽ പിക്ചറൈസ് ചെയ്തിരുന്നത് എങ്ങനെയായിരിക്കും ഒരു സ്ത്രീ ജീവിക്കുന്നത്, ആക്ട് ചെയ്യുന്നത്, അവരുടെ ആക്ഷൻസൊക്കെ എങ്ങനെയായിരിക്കും വിത്തൗട്ട് ഒബേയിങ് ദ സൊസൈറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് മെയിൽ എക്സ്പെക്റ്റേഷൻസ്. പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ ജീവിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. പലപ്പോഴും സൊസൈറ്റിയിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, മെയിൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതിനനുസരിച്ചാണ് സ്ത്രീകളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. ദിസ് ഈസ് ദ ഫെമിനിസ്റ്റ് വ്യൂ. ആൻഡ് ആ ഒരു രീതിയിൽ സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ, മെയിൽ എക്സ്പെക്റ്റേഷൻസിന് അടിമപ്പെട്ട് കഴിയല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകൾ പെരുമാറുമായിരുന്നത് എന്നുള്ള രീതിയിലുള്ള റൈറ്റിങ്സാണ് പലപ്പോഴും ഇവർ സൊസൈറ്റിയുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ റൈറ്റിങ്സിലെ തീംസ് പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്നത് എക്സാമിനേഷൻ ഓഫ് അൺഹാപ്പി മാരേജസ്, ദ ക്വസ്റ്റ്യൻ ഓഫ് ഡിവോഴ്സ്, അൺഇമോഷണൽ മാനർ ആൻഡ് തീം ഓഫ് ലവ് ഔട്ട്സൈഡ് മാരേജ്. ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ കാരണം അവർ ഒരുപാട് സിവിയർലി ക്രിട്ടിസൈസ്ഡ് ഫോർ ഹെർ വ്യൂസ് ആൻഡ് ഹെർ കോൺട്രാക്ട് വിത്ത് ദ പബ്ലിഷേഴ്സ് വർ ക്യാൻസൽഡ്. ഈ ഒരു ചിന്താഗതി പലപ്പോഴും സമൂഹത്തിൽ പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്ന പബ്ലിഷേഴ്സ് എല്ലാം അത് ക്യാൻസൽ ചെയ്യുക വരെ ഉണ്ടായി. പക്ഷേ ഷീ ഡൈഡ് ആഫ്റ്റർ എ സെറിബ്രൽ ഹെമറേജ് ഇൻ ദ ഇയർ 1904. അതിനുശേഷം, അവരുടെ മരണശേഷമാണ് റൈറ്റ്സ് ഓഫ് വിമൻ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി റൈറ്റിങ്സിലൂടെ പൊരുതി നിന്നിരുന്ന ഒരു റൈറ്ററായിരുന്നു അവരെന്നുള്ള ഒരു അംഗീകാരം അവർക്ക് കിട്ടിയത് അവരുടെ മരണശേഷമായിരുന്നു. ആൻഡ് അപ്പാർട്ട് ഫ്രം നോവൽസ്, ഷോപ്പിൻ ഓൾസോ റോട്ട് 100 ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് സം എസ്സേസ്. ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, എസ്സേസ് എഴുതിയിട്ടുണ്ട്. എല്ലാം അവരുടെ തൂലികയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ഷോർട്ട് സ്റ്റോറി നെയ്മഡ് ദ സ്റ്റോറി ഓഫ് ആൻ അവർ, ആൻഡ് ഇറ്റ് വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ വോഗ് മാഗസിൻ ഇൻ December 1984 ആസ് ദ ഡ്രീം ഓഫ് ആൻ അവർ. 1984 ഡിസംബറിലുണ്ടായിരുന്ന വോഗ് എന്ന മാഗസിനിലാണ് ആദ്യമായിട്ട് ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്തിരുന്നത്. അന്നത്തെ ഇതിൻ്റെ പേര് ദ ഡ്രീം ഓഫ് ആൻ അവർ എന്നുള്ളതായിരുന്നു. ആൻഡ് ഇറ്റ്സ് എ ബ്രില്യൻ്റ് എക്സ്പ്ലോറേഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് മാരേജ് ഫ്രം എ ഫെമിനിസ്റ്റ് വ്യൂ പോയിൻറ്റ്. അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് വ്യൂ പോയിൻറ്റിൽ നിന്ന് മാരേജിനെ നോക്കിക്കാണുമ്പോൾ ദാറ്റ് വ്യൂ ഇസ് എ സൈറ്റ് ഓഫ് കൺഫൈൻമെൻറ്റ്. വളരെയധികം ലിമിറ്റേഷൻസിന് ഇടയിൽ നിന്നുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നു. The story seeks an understanding of the meaning of gender roles and a proper definition of what it means to be free and happy. ഈ സ്റ്റോറിയിൽ ജെൻഡർ റോൾസ്, സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ കൊടുക്കേണ്ട റോൾസ്, ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ആക്ച്വലി ഫ്രീ ആൻഡ് ഹാപ്പി എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത് എന്നൊക്കെ അവർ തുറന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ത്രോസ് സം ലൈറ്റ് ഓൺ ദ മീനിങ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ആക്ച്വൽ ലൈഫ് ആൻഡ് ഡെത്ത്, ആക്ച്വൽ മീനിങ്, ദ റിയൽ മീനിങ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്, ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്നുണ്ട് ഈ ഒരു സ്റ്റോറി. സോ ഇത്തരത്തിലുള്ളൊരു സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മിസ്റ്റർ ബ്രെൻലി മലാഡ്,
നമ്മുടെ കഥാനായകനാണ്. അവരുടെ വൈഫ് മിസ്സസ് മലാഡ്. ദെൻ മിസ്സസ് മലാഡിൻ്റെ സിസ്റ്റർ ജോസഫൈൻ, മിസ്റ്റർ മലാഡിൻ്റെ ഫ്രണ്ട് മിസ്റ്റർ റിച്ചാർഡ്. ഇങ്ങനെ 4 പേരെയാണ് മെയിനായിട്ട് ഈ സ്റ്റോറിയിൽ നമുക്ക് ക്യാരക്ടേഴ്സായിട്ട് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു ഹോൾ സ്റ്റോറി, പുട്ട് ഇറ്റ് ബ്രീഫ്ലി, ഒരു ഹോൾ സ്റ്റോറി എന്ന് പറയുന്നത് മിസ്റ്റർ മലാഡ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുവാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വൈഫിന്, അതായത് മിസ്സസ് മലാഡിൻ്റെ ലൈഫിലുണ്ടാവുന്ന ചേഞ്ചസ്, അവരുടെ ചിന്തകളിലും അവരുടെ ഇമോഷൻസിലും ഒക്കെ വരുന്ന മാറ്റങ്ങൾ, അവർ ആദ്യം ആ മരണത്തിൽ സങ്കടപ്പെട്ടെങ്കിലും പിന്നീട് വ്യക്തി സ്വാതന്ത്ര്യം കിട്ടി, ഞാൻ മാരേജ് എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിൽ നിന്നും പുറത്ത് വന്നിരിക്കുന്നു, ഞാൻ വളരെയധികം ഫ്രീ ആയിരിക്കുന്നു, എൻ്റെ ഇമോഷൻസ്, എൻ്റെ ചിന്തകളൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നു. അവസാനം ആ ഒരു ഫീലിംഗ്, ഫ്രീഡം കിട്ടി, ഞാൻ ഫ്രീ ആയി എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ്, ആ സന്തോഷത്തിൻ്റെ ആധിക്യം കാരണം അവരുടെയും ജീവിതം അവസാനിക്കുവാണ്. അവരുടെയും ഹാർട്ട് നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ കഥ പോകുന്നത്. ആൻഡ് ലെറ്റ്സ് എൻറ്റർ ഇൻ ടു ദിസ് സ്റ്റോറി. റൈറ്റ്. Mrs. Mallard was afflicted with a heart trouble. മിസ്സസ് മലാഡ് ഒരു ഹൃദ്രോഗിയായിരുന്നു. സോ ഗ്രേറ്റ് കെയർ വാസ് ടേക്കൺ ടു ബ്രേക്ക് ടു ഹർ ദ ന്യൂസ് ഓഫ് ഹർ ഹസ്ബൻഡ്സ് ഡെത്ത്. ഹസ്ബൻഡിൻ്റെ മരണവാർത്ത, ഒരു ഹൃദയരോഗി ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ മരണവാർത്ത വളരെയധികം കെയർഫുള്ളായി, വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം അവരോട് അവതരിപ്പിക്കാൻ. ആൻഡ് ഈ ഒരു വിവരം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ സിസ്റ്റർ ജോസഫൈൻ. ഇറ്റ് വാസ് ഹർ സിസ്റ്റർ ജോസഫൈൻ who told her the news. Her husband's friend Richards was also there near her. It was he who went to the newspaper office to know more about the railroad disaster. മിസ്റ്റർ മെലാഡ് മരണപ്പെട്ടത് ഒരു റെയിൽ റോഡ് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മുടെ മിസ്റ്റർ മലാഡിൻ്റെ ഫ്രണ്ടായ മിസ്റ്റർ റിച്ചാർഡ്സ് ആ മരണം സ്ഥിരീകരിക്കാൻ വേണ്ടി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അന്വേഷിച്ചു, അതൊക്കെ ശേഖരിച്ചു. ആ ലിസ്റ്റൊക്കെ എടുത്തപ്പോൾ അതിലാദ്യം കണ്ട പേര് മിസ്റ്റർ ബ്രൻലി മല്ലാഡിൻ്റെതായിരുന്നു. ഓൺ ദ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ് ഓഫ് ദ നെയിംസ് ഓഫ് ദോസ് ഹൂ ഡൈഡ് വാസ് ബ്രൻലി മല്ലാഡ്. ഹി assured the truth by a second telegram and then he rushed to bring the news to the family. ഒരു ടെലഗ്രാം കൊണ്ട് അത് കൺഫേം ചെയ്തതിന് ശേഷം ഈ കാര്യം ഫാമിലിനെ അറിയിക്കാൻ വേണ്ടി he rushed to bring the news to the family, അറിയിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഫാമിലിയിലേക്ക് ഓടിച്ചെന്നു. ആൻഡ് മിസ്സസ് മലാഡ്, മിസ്സസ് മലാഡ് ഈ വാർത്ത കേട്ടപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്രൈഡ് ഇൻ ഹർ സിസ്റ്റേഴ്സ് ആം. Then she went to her room alone. She wanted no one to follow her. ഈ വിവരം കേട്ടപ്പോൾ തന്നെ മിസ്സസ് മല്ലാഡ് സിസ്റ്ററായ ജോസഫൈൻ്റെ കയ്യിലേക്ക് വല്ലാതെ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് കിടന്നു. ദെൻ ഷി വെൻറ്റ് ടു ഹർ റൂം അലോൺ. ഷി വാണ്ടഡ് നോ വൺ ടു ഫോളോ ഹർ. ഇൻ ദ റൂം ദർ വാസ് എ ബിഗ് കംഫർട്ടബിൾ ആം ചെയർ. ഷി സാറ്റ് ഇൻ ഇറ്റ്, ഹർ ബോഡി ആൻഡ് സോൾ ക്വൈറ്റ് ടയേർഡ്. ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം കരഞ്ഞു നിലവിളിച്ചെങ്കിലും പിന്നീട് റൂമിലേക്ക് ഒറ്റയ്ക്ക്, എന്നെ ആരും ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഒറ്റയ്ക്ക് നടന്നു ചെന്നു. ഇൻ ദ റൂം ദർ വാസ് എ ബിഗ് ചെയർ. ഷീ സാറ്റ് ഇൻ ദാറ്റ് ചെയർ ആൻഡ് ഹർ ബോഡി ആൻഡ് സോൾ ക്വൈറ്റ് ടയേർഡ്. അവൾ ആ ഒരു ആം ചെയറിലേക്ക് ഇരുന്നു, വളരെ ശാന്തമായി, ക്വയറ്റായി. അവളുടെ ശരീരവും മനസ്സും ഒക്കെ വല്ലാതെ ടയേർഡായി മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ചെയറിൽ ഇരുന്നപ്പോൾ ചുറ്റുപാടിലും അവളുടെ അറ്റ്മോസ്ഫിയറൊക്കെ എങ്ങനെയാണ് അവളുടെ ഇമോഷൻസിനെയും തോട്ട്സിനെയും ഒക്കെ സ്വാധീനിച്ചത്, എങ്ങനെയാണ് അവളുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്തത്, ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുന്നത്. ഫ്രം വേർ ഷീ സാറ്റ് ഷീ കുഡ് സീ ദ ടോപ്സ് ഓഫ് ദ ട്രീസ് ആൻഡ് മൂവിങ് വിത്ത് എ ന്യൂ സ്പ്രിംഗ് ഓഫ് ലൈഫ്. ദർ വാസ് എ സ്മെൽ ഓഫ് റെയിൻ. In the street below, a peddler was crying his wares. Someone was singing, and she could hear the voice of faintly. Many sparrows were twittering in the leaves.
There were patches of blue sky which could be seen through the clouds. അവരിരുന്ന സ്ഥലത്ത് നിന്നും പുറത്തുള്ള ട്രീസ്, അതിൻ്റെ മുകൾ ഭാഗമൊക്കെ, മരങ്ങളുടെ മുകൾ ഭാഗമൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇലകളൊക്കെ കാറ്റിലിങ്ങനെ തലയാട്ടി നിന്നുകൊണ്ട് സ്പ്രിങ്സ് ഓഫ് ലൈഫ് കാണിച്ചു കൊടുക്കുന്ന പോലെ അവർക്ക് തോന്നി. റെയിൻ്റെ സ്മെൽ ഓഫ് ദ റെയിൻ ചെറുതായിട്ട് അവിടെ അവിടെയൊക്കെ പരക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്നും ആരോ ഒരാൾ പാടുന്നതിൻ്റെ ശബ്ദം ഈ മിസ്സസ് മലാഡിന് കേൾക്കാം. ചെറിയ ചെറിയ സ്പാരോസ് ഒക്കെ മേൽക്കൂരയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വന്ന് നിന്ന് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ക്ലൗഡ്സിൻ്റെ ഇടയിലൂടെ അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് നമുക്ക് നീലാകാശത്തിൻ്റെ ഭാഗങ്ങൾ ചെറുതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് അവർ ആ ആം ചെയറിൽ കുഷ്യൻസൊക്കെ പുറകിലേക്കാക്കി വെച്ചിട്ടാണ് ഇരുന്നിരുന്നത്. ചിലപ്പോഴൊക്കെ ഒരു ചെറിയ തേങ്ങൽ അവളുടെ മനസ്സിലിങ്ങനെ വന്നു. ഭർത്താവ് മരണപ്പെട്ടു പോയതല്ലേ, കാരണം എന്താ, വളരെ ചെറുപ്പം, ഷീ ലുക്സ് വെരി യങ് ആൻഡ് ചാം, വളരെ ശാന്തമായ സുന്ദരമായൊരു മുഖം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മുഖത്തിൽ വന്ന ചെറിയ ചെറിയ ചുളിവുകളൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അടിച്ചമർത്തലുകളെയെല്ലാം പ്രതീകാത്മകമായിട്ട് ചിത്രീകരിക്കുന്നത് പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷീ സാറ്റ് വിത്ത് ഹെർ ഹെഡ് thrown back upon the cushion of the chair. Sometimes a sob came up to her throat and shook her. She was young, with fair, calm face. The lines of the face spoke of some repression and even certain strength. Now she was looking at a white patch on the blue sky. ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. There was something coming to her. ആ ഇരുത്തത്തിൽ അവൾക്ക് ഫീൽ ചെയ്യാണ്, എന്തൊക്കെയോ ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വരാനിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന ഞാനല്ല ഇനി അങ്ങോട്ടുള്ള ഞാൻ. ചിലപ്പോൾ ഷീ ഡിഡ് നോട്ട് നോ വാട്ട് ഇറ്റ് വാസ്. എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് ആക്ച്വലി ഐ ഡോണ്ട് നോ ഒബ്വിയസ്ലി, ബട്ട് ഷീ ഫെൽറ്റ് ഇറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദി ബ്ലൂ സ്കൈ, റീച്ചിങ് ടുവേർഡ്സ് her through the sounds, scents and the color that filled the air. എന്താണെന്ന് അവൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ചെറിയ ചേഞ്ചസ് എനിക്ക് വരുന്നുണ്ട്. അവൾക്ക് തോന്നുകയാണ് ചുറ്റുപാടുള്ള ശബ്ദങ്ങളിലും സുഗന്ധത്തിലും ആ കളറിലും ഒക്കെ കൂടിയാണ് ഇതൊക്കെ കൂടെ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അറ്റ്മോസ്ഫറിക്കൽ ചേഞ്ച് എൻ്റെ ജീവിതത്തിനെ തന്നെ മാറ്റാൻ പോകുന്നു എന്നൊക്കെ അവൾക്ക് ഫീൽ ചെയ്യാണ്. നൗ ഹർ ബോസം റോസ് ആൻഡ് ഫെൽ tumultuously. She was beginning to recognize the thing approaching to possess her. She was trying to resist it with her will, which was powerless. അപ്പോൾ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ വേഗത്തിൽ അവളുടെ ശ്വാസഗതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ എന്തോ ഒരു ഫീലിംഗ്, പുതിയ എന്തോ ഒരു ഇമോഷൻ അവൾക്ക് കിട്ടുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഷീ വാസ് very helpless. She was very powerless at that moment. മുതൽ അവളുടെ ലൈഫ് മാറിത്തുടങ്ങുമായിരുന്നു. And a word escaped from her lips. She said it over and over under her breath. നമ്മൾ പറഞ്ഞു, ശ്വാസോച്ഛ്വാസം വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ ദ ബ്രീത്ത് ഒരു വേർഡ് അവളുടെ മനസ്സിന് അവൾ അറിയാതെ പുറത്തു വന്നു. ഫ്രീ 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 എന്ന വേർഡാണ് പുറത്തേക്ക് വന്നത്. Her eyes were now keen and bright. The coursing of blood warmed and relaxed every inch of her body. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് അവളുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം അവളുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി നിൽക്കുന്നു. അവളുടെ ബ്ലഡൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് ശരീരത്തിൽ ഇങ്ങനെ വ്യാപിക്കുവാണ്. അങ്ങനെ ബോഡി നല്ല എനർജറ്റിക്കായി, റിലാക്സ്ഡ് എവറി ഇഞ്ച് ഓഫ് ഹർ ബോഡി. ആൻഡ് ഷീ ന്യൂ ദാറ്റ് ഷീ വുഡ് വീപ്പ് അഗെയിൻ വെൻ ഷീ സോ ദ കൈൻഡ് ടെൻഡർ ഹാൻഡ്സ് ഫോൾഡഡ് ഇൻ ഡെത്ത്. അവൾക്കറിയാം, കൈകളൊക്കെ കൂട്ടി വെച്ച് നിശ്ചലനായിട്ട് കിടക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ ബോഡി, ഡെഡ് ബോഡി കാണുമ്പോൾ ഞാൻ ഇനിയും കരയും. ഐ വിൽ വീപ്പ് അഗെയിൻ. ആൻഡ് ആ ഹസ്ബൻഡ്, അദ്ദേഹം എപ്പോഴും അവളെ വളരെ സ്നേഹത്തോടെയാണ് നോക്കിയിരുന്നത്. ഹി ഹാഡ് ഓൾവേസ് ലുക്ക്ഡ് അറ്റ് ഹർ വിത്ത് ലവ്. നൗ ദ എൻറ്റയർ ഫ്യൂച്ചർ, മെനി ഇയേഴ്സ്
belonging to her. She opened her arms to welcome them. ഇപ്പോൾ അവളുടെ മുന്നിൽ ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ ഇയേഴ്സ് അത് അവളുടേത് മാത്രമാണ്. അത് ഷെയർ ചെയ്യാൻ ആരുമില്ല. അത് അവളുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാനുള്ളതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ 2 കൈയും നീട്ടി അവൾ അതിനെ സ്വീകരിച്ചു. ഫ്രം നൗ ഓൺ ഷീ വുഡ് നോട്ട് ഹാവ് ടു ലിവ് ഫോർ അതേഴ്സ്. ഷീ വുഡ് ലിവ് ഫോർ ഹെർസെൽഫ്. ഇപ്പം മുതൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കണ്ട. അത് അവൾക്ക് വേണ്ടി മാത്രമുള്ളതാ. നോ സ്ട്രോങ് വിൽ ടു ബെൻഡ് ഹേർ. അവളെ തടഞ്ഞിടാൻ ഒരു ശക്തിക്കും പറ്റില്ല. Men and women believe they have a right to impose a private will upon a fellow creature. Men and women, സ്ത്രീകളും പുരുഷന്മാരും വിചാരിക്കുന്നത് അവർക്ക് അവരുടെ ഇഷ്ടങ്ങളെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ പറ്റുമെന്നാ. പക്ഷേ ഇപ്പം മുതൽ now onwards I am free. She had loved him sometimes. Often she had not. ചിലപ്പോഴൊക്കെ അവൾക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടമായിരുന്നു. പക്ഷേ often she had not. കൂടുതൽ സമയവും അവൾക്കത് തോന്നിയിരുന്നില്ല. വാട്ട് ഡിഡ് ഇറ്റ് മാറ്റർ? നൗ ഷി ഈസ് ഫ്രീ. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? കൂടുതൽ സമയവും അവൾക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടമായിരുന്നില്ല. ഒരു വല്ലാത്ത പിടിച്ചു കെട്ടിയ ഒരു ഫീലിംഗാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും? നൗ ഷി ഈസ് ഫ്രീ, ബോഡി ആൻഡ് സോൾ ഫ്രീ. ഷീ കെപ്റ്റ് വിസ്പറിങ്. അവൾ തന്നോട് തന്നെ, സ്വന്തം ശരീരത്തിനോട് തന്നെ, മനസ്സിനോട് തന്നെ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേയ് മിസ്സസ് മലാഡ്, നൗ യു ആർ ഫ്രീ. ആ പേര് പോലും ഇനി നിനക്ക് വേണമെന്നില്ല. നൗ യു ആർ ഫ്രീ. ഈ കാര്യങ്ങളെല്ലാം ആ റൂമിൽ ഇരുന്നുകൊണ്ട് അവരിങ്ങനെ ആലോചിക്കുക ചെയ്യണത്. ആ സമയത്താണ് സിസ്റ്റർ ജോസഫൈൻ വന്നിട്ട് വാതിൽ മുട്ടുന്നത്. Josephine was kneeling before the closed door with her lips to the keyhole, requesting for entry. Louise, open the door. You will make yourself ill. What are you doing there? Open the door. And you know, Mrs. Mallard's name is Louisa. Mrs. Mallard answered that, go away. I am not making myself ill. She was enjoying her freedom by looking through the open window. Obviously, സിസ്റ്റർ ജോസഫൈൻ വന്നിട്ട് വാതിലിൽ നീൽ ചെയ്യുവാണ്. പക്ഷേ ആ മുട്ടലൊന്നും അവർ കേൾക്കുന്നില്ല. അവർ വിളിച്ചു ചോദിക്കുകയാണ്, ലൂയിസ ഓപ്പൺ ദി ഡോർ. ഇങ്ങനെ അകത്ത് ഒറ്റയ്ക്ക് നിന്നിട്ട് നീ അസുഖമൊന്നും വരുത്തി വെക്കരുത്, ഓപ്പൺ ദി ഡോർ എന്നൊക്കെ പറയുന്നു. അപ്പം മിസ്സസ് മല്ലാഡ് പറയുന്നു, ഒന്ന് ഇവിടുന്ന് പോവോ, ഞാൻ ഒരു അസുഖവും വരുത്തി വെക്കില്ല. ഗോ എവേ, ഐ എം നോട്ട് മേക്കിംഗ് മൈസെൽഫ് ഇൽ. കാരണം എന്താ? ഷീ വാസ് എൻജോയിങ് ഹർ ഫ്രീഡം ബൈ ലുക്കിംഗ് ത്രൂ ദി ഓപ്പൺ വിൻഡോ. അവൾ ആക്ച്വലി അവളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ഹർ ഇമാജിനേഷൻ വാസ് റണ്ണിങ് വൈൽഡ്. സ്പ്രിംഗ് ഡേയ്സ് ആൻഡ് സമ്മർ ഡേയ്സ് ആൻഡ് ഓൾ സ്പോർട്സ് ഓഫ് ഡേയ്സ് വുഡ് ബി ഹെർ ഓൺ. അവളിങ്ങനെ ഇമാജിനേഷൻ്റെ ഒരു ലോകത്തിൽ നിൽക്കുവാണ്. ഇനി വരാനിരിക്കുന്ന സ്പ്രിംഗ് ഡേയ്സ്, സമ്മർ ഡേയ്സ്, സോർട്സ് ഓഫ് ഡേയ്സ്, എല്ലാ തരത്തിലുള്ള ദിവസങ്ങളും വുഡ് ബി ഹെർ ഓൺ, അവളുടെ മാത്രമാണ്. ഷീ പ്രേയ്ഡ് ഫോർ എ ലോങ് ലൈഫ്. ഇങ്ങനെ എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടുള്ള ഒരു ലോങ് ലൈഫ് എനിക്ക് തരണേ എന്ന് അവൾ അറിയാതെ പ്രാർത്ഥിച്ചുപോയി. ഓൺലി യെസ്റ്റർഡേ ഷീ തോട്ട് വിത്ത് എ ഷഡർ ദാറ്റ് ലൈഫ് വുഡ് ബി ലോങ്. ഇന്നലെയാണ് ഒരു വിഷമത്തോടു കൂടി അവൾ ഓർത്തത്, ഇനിയും ഒരുപാട് നാൾ ജീവിക്കണമല്ലോ, ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലാതെ, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇനിയും ഒരുപാട് നാൾ ഞാൻ ജീവിക്കണമല്ലോ എന്നുള്ള വല്ലാത്തൊരു വിഷമം വന്നത് ഇന്നലെയാണ്. ബട്ട് നൗ ഷീ ഈസ് സ്റ്റാർട്ടിങ് ടു എൻജോയ് ഹെർ ഡേയ്സ്. ഫൈനലി ഷീ ഗോട്ട് അപ്പ്. യുനോ, ഈ പുറത്തുനിന്നുള്ള വിളി, ജോസഫൈൻ്റെ കഥകിൽ മുട്ടിയുള്ള വിളി ഒരുപാട് അധികമായപ്പോൾ ഫൈനലി ഷീ ഗോട്ട് അപ്പ് ആൻഡ് ഓപ്പൺ ദി ഡോർ. ഷീ വാക്ക്ഡ് ലൈക്ക് എ ഗോഡസ് ഓഫ് വിക്ടറി. അവൾ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ഗോഡസ്, ലൈക്ക് എ ഗോഡസ് ഓഫ് വിക്ടറി, വിജയിച്ചു വരുന്നൊരു ദേവതയെപ്പോലെ. ഷീ ഹാഡ് ഹെർ സിസ്റ്റേഴ്സ് വേസ്റ്റ് ആൻഡ് ഡീസെൻഡഡ് ദ സ്റ്റെയർസ്. റിച്ചാർഡ്സ് സ്റ്റുഡ് വെയിറ്റിംഗ് ദം ഫോർ അറ്റ് ദി ബോട്ടം. അപ്പോൾ അവൾ പുറത്തേക്ക് വരുന്നത് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. എനിക്ക് ഇനി മുതൽ വല്ലാത്ത സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാമല്ലോ എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് എത്തിയപ്പോൾ
സ്റ്റെയർ കേസ് എല്ലാം ഇറങ്ങി സ്റ്റെപ്സ് എല്ലാം ഇറങ്ങി താഴെ എത്തിയപ്പോൾ ഫ്രണ്ടായ മിസ്റ്റർ റിച്ചാർഡ്സ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. Someone opened the door. It was Brindley Mallards who entered. He looked a little travel-tired. He had been far from the scene of the accident and did not even hear there had been one. ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പെട്ടെന്ന് ആരോ ഒരാൾ വന്ന് വാതിലിൽ അതിൻ്റെ കീ യൂസ് ചെയ്തിട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് വരുക. എല്ലാവരും സൂക്ഷിച്ച് നോക്കിയപ്പോൾ ദറ്റ് വാസ് ബ്രൻലി മലാഡ്, മിസ്റ്റർ മലാഡ്. അദ്ദേഹം യാത്രാക്ഷീണം കൊണ്ട് വല്ലാതെ ക്ഷീണിച്ച് അവശനായിട്ട് കയറി വരുവാണ്. യുനോ, അദ്ദേഹം ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് നിന്നും വളരെ ദൂരെയായിരുന്നു. ഇങ്ങനൊരു അപകടം, ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായതിനെ പറ്റി അയാൾ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ആൻഡ് യു നോ, ഹീ സ്റ്റുഡ് എമേസ്ഡ് അറ്റ് ജോസഫൈൻസ് ക്രൈ. ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ജോസഫൈൻ വല്ലാതെ അങ്ങോട്ട് നിലവിളിച്ച് കരഞ്ഞു. ഹീ സ്റ്റുഡ് എമേസ്ഡ് അറ്റ് ജോസഫൈൻസ് ക്രൈ. ജോസഫൈൻ കരഞ്ഞത് കണ്ടിട്ട് വല്ലാതെ എമേസ് ആയിട്ട് നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ റിച്ചാർഡ്സ് എന്ത് ചെയ്തു? മിസ്റ്റർ റിച്ചാർഡ്സ് മെയ്ഡ് എ ക്വിക്ക് മോഷൻ ടു സ്ക്രീൻ ഹിം ഫ്രം ദ വ്യൂ ഓഫ് ഹിസ് വൈഫ്. പെട്ടെന്ന് തന്നെ അവൻ്റെ വൈഫ് മരണപ്പെട്ടു എന്ന് വിചാരിച്ചു വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഭാര്യയാണല്ലോ എല്ലാവരും കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഭാര്യയുടെ മുന്നിലേക്ക് ആ പുള്ളി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അത് ഹാർട്ട് പേഷ്യൻ്റാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സന്തോഷം കൊടുക്കുമ്പോൾ ഏത് ഫീലിങ്സും അതിൻ്റെ എക്സ്ട്രീം എൻഡെത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്നും മിസ്റ്റർ മലാഡിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ഹി വാസ് ടു ലേറ്റ്. വെൻ ദ ഡോക്ടേഴ്സ് കെയിം ദേ സെഡ് ഷീ ഹാഡ് ഡൈഡ് ഓഫ് എ ഹാർട്ട് ഡിസീസ് ഓഫ് ജോയ് ദാറ്റ് കിൽസ്. അവിടെ എന്താ സംഭവിച്ചത്? ഭർത്താവ് മരിച്ചു എന്ന് കരുതുന്ന ഭാര്യയുടെ മുന്നിലേക്ക് ജീവനോടെ ഭർത്താവ് കയറി വന്നപ്പോൾ ആ ഒരു ഹാർട്ടിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇമോഷൻ കൊടുക്കരുതെന്ന് കരുതി ഫ്രണ്ടായ മിസ്റ്റർ റിച്ചാർഡ് ഈ മിസ്റ്റർ ബ്രൻലി മല്ലാഡിനെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. ബട്ട് ഹി വാസ് ടു ലേറ്റ്. എന്താ സംഭവിച്ചത്? ആളെ കണ്ടപ്പോഴേ ഭാര്യ ഹാർട്ട് ഡിസീസ് വന്നിട്ട് മരണപ്പെട്ടു പോയി. വെൻ ദ ഡോക്ടേഴ്സ് കെയിം ദേ സെഡ് ഷീ ഹാഡ് ഡൈഡ് ഓഫ് എ ഹാർട്ട് ഡിസീസ് ഓഫ് ജോയ് ദറ്റ് കിൽസ്. ആളിനെ കണ്ട സന്തോഷത്തിൽ സന്തോഷം ജോയ്നെസ് കൂടിപ്പോയപ്പോൾ ഹൃദയം പണിമുടക്കിയതാണ്. അങ്ങനെ ഈ ഭാര്യ മിസ്സസ് മല്ലാഡ് മരണപ്പെട്ടു എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ആക്ച്വലി അവളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ, ഞാൻ ഫ്രീ ആയല്ലോ, ഇനി മുതൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാമല്ലോ എന്നുള്ള സന്തോഷം ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മളിവിടെ അനലൈസ് ചെയ്യേണ്ടത് ഓഡിയൻസിൻ്റെ കയ്യിലാണ്, റീഡേഴ്സിൻ്റെ കയ്യിലാണ് ഒരു സ്റ്റോറിയുടെ മീനിങ്, ഒരു സ്റ്റോറിയുടെ എല്ലാ തരത്തിലുള്ള അർത്ഥങ്ങളും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ഓഡിയൻസിൻ്റെ കയ്യിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സ്വന്തമായിട്ട് എനിക്ക് എൻ്റേതായ സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളിൻ്റെ അടുത്തേക്ക് ഇല്ല, ഞാൻ ഫ്രീ ആയിട്ടില്ല എന്നുള്ള ഒരു ചിന്താഗതി പെട്ടെന്ന് വരികയും അത് ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു ആഘാതം ഏൽപ്പിക്കുകയും അതോടുകൂടി അവർ മരണപ്പെടുകയുമാണ് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റോറി ഓഫ് an hour written by Kate Chopin. And I think this is a nice story, and we have so many things to study and think from the story. And now this is the time to leave. We will meet again soon with another topic. Until then, bye-bye.